അങ്ങനെ യമഹയുടെ ഭാഗത്തുനിന്നും അധികം നാൾ കാത്തിരുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. അതെ. XSR 155. എന്തിനെ മാറ്റിയിട്ടാണ് ഇതിപ്പോൾ ഇറക്കിയത്? ഒന്നിനെ മാറ്റിയിട്ട് എടുത്തിട്ടൊന്നുമില്ല, ഇതിനെ അങ്ങ് ഇറക്കി, അത്രേ ഉള്ളൂ. ഇതിനങ്ങ് ഇറക്കി. ഇതിന് മുന്നേ ആദ്യം മറ്റേ FCX തന്നൊന്ന് പറ്റിക്കാൻ നോക്കി. പക്ഷേ ഇന്ത്യക്കാർക്ക് ബുദ്ധി ഉള്ളത് കൊണ്ട് എന്തുകൊണ്ട് അതിനെ ആൾക്കാർ അംഗീകരിച്ചില്ല. കാരണം ആൾക്കാർ അതിന് മുമ്പേ ഈ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു, പുറത്തുള്ള ഇമേജസും കാര്യങ്ങളും. അപ്പോൾ അവർക്ക് അതിനോട് സിമിലർ എന്നാൽ വലിയ കാശ് ചിലവില്ലാണ്ട് ഒരെണ്ണം കൊടുക്കാൻ യമഹ ആദ്യം വിചാരിച്ചിറക്കിയാണ് FCX. പക്ഷെ അത് നടന്നില്ല. FCക്കുള്ളത് സ്വീകാര്യത പോലും എക്സിന് അധികം കിട്ടിയില്ല. എന്നാലും കുറച്ചൊക്കെ വിറ്റ് കുറച്ച് നാൾ ഇങ്ങനെ പോയി ഇവന്മാരുടെ മനസ്സ് മാറുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ 2-3 കളറൊക്കെ മാറ്റി കൊണ്ടുവന്ന് അവസാനം നടപടി ആവത്തില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ഇതിനെ അങ്ങ് ഇറക്കി വിട്ടു. അപ്പോൾ ഇത് പ്രോപ്പർ റെട്രോ ബൈക്കായി. മറ്റേത് പക്ഷെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അതും അതൊരു ഫ്യൂച്ചറിസ്റ്റിക് മിക്സ്ഡ് ടൈപ്പ് റെട്രോ, സുഖമില്ലായിരുന്നു. അത് മെയിനായിട്ട് കമ്മ്യൂട്ടിങ് നല്ല കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ. എന്നാൽ XSRന്റെ അടുത്തൊക്കെ ലുക്ക് കൊണ്ടുവന്ന ആൾ വാങ്ങിക്കുമെന്ന് വിചാരിച്ചതാണ് സാധനം. പക്ഷെ അത് പോയി. ഇതിനെ ഒരു പ്രോപ്പർ റെട്രോ എന്ന് നിനക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇറ്റ്സ് എ റെട്രോ മോട്ടോർ സൈക്കിൾ, മോഡേൺ റെട്രോ മോട്ടോർ സൈക്കിൾ. പക്ഷെ ബൈക്ക് അങ്ങനല്ല, ഇറ്റ്സ് എ സ്ട്രീറ്റ് ഫൈറ്റർ. കാരണം അവിടെ ഓൾറെഡി നമുക്ക് MD ഉണ്ട് അവർക്ക് സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ട് ഉണ്ട്, സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ട്. അപ്പോൾ പിന്നെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ അങ്ങനെ അവരിറക്കൂ. അങ്ങനല്ല, ഇത് വണ്ടി റെട്രോ വണ്ടി തന്നെയാണ്. ഓൺ പേപ്പർ കാണുമ്പോഴെല്ലാം റെട്രോ തന്നെയാണ്. പക്ഷെ ഇത് ഓടിച്ച് എനിക്ക് മനസ്സിലാവും ഇതൊരു റെട്രോ മോട്ടോർ സൈക്കിളിന്റെ ക്യാരക്ടറിനേക്കാളും ഒരു സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ക്യാരക്ടറാണ്. അതിന് അത് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ ടാങ്കും കുന്തും അല്ല വെച്ചാൽ ഇത് R15, ലിറ്ററലി R15, MD പോലും അല്ല. MDയോടെങ്കിലും സാഹചര്യം അടുത്തായിരുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ MD R15 ആണ് ഈ സാധനം. ഗിയറിങ് R15 ആണ്, ഫൈനൽ സ്പ്രോക്കറ്റിങ്ങും ഫൈനൽ ഡ്രൈവ് എല്ലാം R15, എഞ്ചിൻ R15, പവർ ആൻഡ് ടോർക്ക് എല്ലാം സിമിലർ ടു R15. ഇവൻ ടൂണിങ് പോലും ഇറ്റ്സ് R15. R15ന് മുകളിൽ ഒരു നിയോ റെട്രോയുടെ തോല് കൊടുത്ത ഒരു ചെന്നായാണ് ഈ സാധനം. അതുപോലെ നമുക്ക് ഈ ഒരു വണ്ടി ഇന്ന് റിവ്യൂനായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ഭാരതീയമ്മ തിരുവല്ലയാണ്. അവരുടെ ഇഷ്ടംപോലെ XSR 155 സ്റ്റോക്ക് ഉണ്ട്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ വണ്ടി റോഡിൽ ഇറക്കാൻ പറ്റുന്നതാണ്. അതിന് യമഹയുടെ മറ്റ് മോഡൽസ് ഏതെങ്കിലും വാങ്ങാനോ ടെസ്റ്റ് റൈഡ് ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിൽസ് ആൻഡ് സർവീസ് അവൈലബിൾ ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസും മൈലേജും ഹാൻഡ്ലിങ്ങിന് ബ്രേക്കിംഗ് എല്ലാം കിട്ടും. പക്ഷേ ഒരു റെട്രോ മോട്ടോർ സൈക്കിളിൽ നിന്നുള്ളൊരു കംഫർട്ട് എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രം കിട്ടത്തില്ല. ഓക്കെ, അവിടെ R15ന്റെ ആ ഒരു ബുദ്ധിമുട്ട്, അതേ സ്റ്റിഫ് ഷാസി, സ്റ്റിഫ് സസ്പെൻഷൻ എല്ലാമാണ് ഇതിൽ ഇരിക്കുന്നത്. സോ ഫീഡ്ബാക്ക് ആവശ്യത്തിലേറെ ഫീഡ്ബാക്ക് നിനക്ക് തരുന്നുണ്ട്. കോർണേഴ്സ് ആയിക്കോട്ടെ, സ്ട്രെയിറ്റ് ലൈൻസ് ആയിക്കോട്ടെ, ബ്രേക്കിങ്ങിലായിക്കോട്ടെ, എല്ലായിടത്തും നിനക്ക് ആ ഒരു പ്രോപ്പർ ടയർ ഫീഡ്ബാക്കും ഷാസി ഫീഡ്ബാക്കും കിട്ടുന്നത്. പക്ഷേ നീ ഇപ്പം റോയൽ എൻഫീൽഡ് വണ്ടികളോ അല്ലെങ്കിൽ ഇപ്പം റോണിനോ അല്ലെങ്കിൽ എന്താ പറയുക, റോണിനാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റർ. പ്രൈസ് വൈസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഈ സെഗ്മെന്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പ്രൈസ് വൈസ് ആൻഡ് ലുക്ക് വൈസ്, കാറ്റഗറി വൈസ് റോണിനാണ് പ്രോപ്പർ. ബട്ട് ഇവൻ റോണിനെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനേക്കാളും കൂടെ കുറച്ചുകൂടെ ഒരു ഫേം സസ്പെൻഷൻ, സ്റ്റിഫ് സസ്പെൻഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നീ ഞാൻ പറഞ്ഞാൽ ആ ഒരു നേക്കഡ് സ്ട്രീറ്റ് ഓടിക്കുന്ന രീതിക്ക് ഇത് ഓടിച്ചാൽ നിനക്ക് അത് ആ ഫീഡ്ബാക്ക് മനസ്സിലാക്കി എന്ന സസ്പെൻഷൻ വലിയ തുള്ളലൊന്നുമില്ല. പക്ഷേ നീ ഭയങ്കര കാമായിട്ട് ഒരു റെട്രോ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് നിനക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഓക്കെ, അത് ടോട്ടലി അപ് ടു യു. നിനക്ക് അതുപോലെ ആ രണ്ട് വണ്ടികൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ തക്ക റൈഡിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിനക്കതൊരു ആ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അല്ലാത്ത പക്ഷം ഒരാൾ ഇത് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇത് ഇച്ചിരി തെറിപ്പ് കൂടിയ ഒരു വണ്ടിയാണെന്ന് പറയും. ക്ലാസിക്കൊക്കെ കുറെ കൂടെ കംഫർട്ടബിൾ ഒരു വണ്ടിയാണെന്നും പറയും. അത്രേ ഉള്ളൂ. കാരണം ഓൾറെഡി MD എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സീറ്റിന് ബാക്കിൽ ആളെ ഇരുത്താൻ പറ്റത്തില്ല, അങ്ങനത്തെ ഉള്ള കുറെ MD-യെക്കാളും റൈഡർ കംഫർട്ട് വണ്ടിക്കാണ്. ഓക്കെ, നൈസ്. പില്യണും MD-യെക്കാളും കംഫർട്ടബിൾ ആണ്. പക്ഷെ കംഫർട്ട് എന്ന് വിചാരിക്കും ഈ സീറ്റ് നീ കണ്ടോണ്ട് ഇത് സീറ്റ് രണ്ടുപേര് നമ്മുടെ സൈസുള്ള രണ്ടുപേര് ഇരിക്കുമ്പോൾ തന്നെയും സീറ്റ് ലിമിറ്റഡ് ആണ് ഭയങ്കരമായിട്ട്. കാരണം എനിക്ക് പിന്നെ മൂവ് സ്പേസ് ഇല്ല. ഞാൻ ഓൾമോസ്റ്റ് ടാങ്കിനെ ഹഗ് ചെയ്ത് ഫ്രണ്ടിലായിരിക്കുന്നത്, നീയും ഈ ടാങ്കിൻ ഇതിന്റെ എഡ്ജിലായിരിക്കുന്നത്. പിന്നെ ഗ്രാബ് റെയിൽ ഒന്നും എനിക്ക് ഇത് കാണാനില്ല, ഗ്രാബ് റെയിൽ ഇല്ല വണ്ടിക്ക്. സോ അത് വേണ്ടതായിരുന്നു, കൊടുത്തിട്ടില്ല. അത് മേ ബി എസ്തെറ്റിക് ഇങ്ങനെ ആയിരിക്കണം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് രണ്ട് പേര്, അത് പ്രത്യേകിച്ച് എന്നെക്കാളും വണ്ണവും വെയിറ്റ് ഇവനുണ്ട്, അതേപോലെ തന്നെ ഉള്ള ഒരാളാണ് ഞാനും എന്നുണ്ടെങ്കിൽ രണ്ടുപേരും നല്ലപോലെ സ്ട്രഗിൾ ചെയ്യും. സോ സിംഗിൾ യൂസ് ആണ് നിങ്ങൾ കൂടുതലും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എന്നാൽ ഇതുപോലുള്ള വൈകുന്നേരമൊക്കെ ചുമ്മാ ഫാമിലിയായിട്ടൊന്ന് വെളി ഇറങ്ങുക, രണ്ടുപേരായിട്ട് വെളി ഇറങ്ങാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ എനിത്തിങ് മോർ ദാൻ 50 കിലോമീറ്റർ കംഫർട്ടബിൾ ആയിട്ട് രണ്ടുപേർക്കും പോകാന്നുള്ള ഇത് വേണ്ട. അത് 50 കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങും. നമ്മൾ ഇറങ്ങി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ പോകാൻ പറ്റത്തില്ലെന്നേ പറയുന്നില്ല. ഇല്ല, MD-യെക്കാട്ടിലും ഭേദമായിട്ട് പോകാൻ പറ്റും. അതെ. ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് കംഫർട്ടബിൾ ആണ്. R15 MD-യെക്കാളും അൺകംഫർട്ടബിൾ ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു 155 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ് XSR. പിന്നെ ഞാൻ ആൾക്കാരുടെ റിവ്യൂക്കകത്ത് ഒരു കംപ്ലൈന്റ് കേട്ടായിരുന്നു, ഇതിനകത്ത് 10 ലിറ്റർ ടാങ്ക് വരുന്നുള്ളൂ. അത് ഇത്ര വലിയ കംപ്ലൈന്റ് ആയിട്ട് തന്നെ എങ്ങനെ പോയാലും നല്ല മൈലേജ് എങ്ങനെ വരും? നിനക്ക് 45 കിലോമീറ്റർ മൈലേജ് കിട്ടും, 450 കിലോമീറ്റർ ടാങ്ക് റേഞ്ച് പോട്ടെ, 400 കിലോമീറ്റർ ടാങ്ക് റേഞ്ച്. അതിൽ കൂടുതൽ നീ ഇവിടെ പോകുന്നത് അതിന് ആ രീതി ഫുൾ ടാങ്ക് അടിക്കുന്നത്. 50-100 അടിക്കുന്നതിൻ്റെയൊക്കെ കംപ്ലൈന്റ് ആണിത്. എനിക്കതാ മനസ്സിലാവാത്ത. നീ ഇതൊക്കെ 10 ലിറ്റർ ടാങ്ക് എത്ര പ്രാവശ്യം അത് നീ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്? അടിച്ചിട്ട് പറ. ഇല്ല, അത് ആൾക്കാരുടെ കംപ്ലൈന്റ് ആണ്. ഒരു കംപ്ലൈന്റ് ഇല്ല. 150cc വണ്ടിക്ക് 10 ലിറ്റർ ഈസ് മോർ ദാൻ ഇനഫ്. പിന്നെ രണ്ടാമത് കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ക്ലാസിക് റെട്രോ ടൈപ്പ് സംഭവം കൊടുത്താൽ ഇത് സാധനം ഫൈബർ ആണ്, അതൊരു കംപ്ലൈന്റ്. ഓക്കെ,
പിന്നെ ഇത് എനിക്കുള്ള കംപ്ലൈൻറ്റും കൂടാണ് മീറ്റർ കൺസോൾ. ആ. ഇത്രയും ചെറിയ മീറ്റർ കൺസോൾ കൊടുത്തേക്കുന്നത് അത് കൊള്ളത്തില്ല. അത് ഇത്രയും വലിയ ബസ്സിലൊക്കെ അത് ഇന്നത്തെ കാലത്ത് അത് വലിയ ഒന്ന് ഈ ബസ്സിലൊക്കെ വണ്ടിയുടെ വരുന്നത്. എസ്തെറ്റിക്കുമായിട്ട് ചേരാനാണ്. കാരണം നീ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു മൊത്തത്തിൽ ഒരു റൗണ്ടിൻ്റെ ഇതാണ്, ടെയിൽ ലാമ്പ് ഒരു റൗണ്ടാണ്, നിന്റെ റൗണ്ട് മീറ്റർ കൺസോൾ ബാങ്കിന് ആ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ് വലുതല്ല വരുന്നുണ്ട്. ഡിസ്പ്ലേ. അതെ, അത് ഇനിയും വലുതാക്കിയ മേ ബി പ്രൊപ്പോർഷൻ എന്തെങ്കിലും മാറിപ്പോകുമോ എന്ന് കണ്ടിട്ടായിരിക്കണം. ഇല്ല, അല്ലാതെ നമ്മൾ ഇത് റോഡിനകത്ത് വേറെ already വേറെ കണ്ടിട്ടുണ്ട്. ഒന്നിനകത്തും ഉള്ള മീറ്റർ അല്ല. അല്ല അല്ല അല്ല. അപ്പോൾ അവർ പുതിയതായിട്ട് കൊടുത്തതാണ്. അവർക്ക് എന്താണെങ്കിലും അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റീഡിസൈൻ ചെയ്യുകയോ ഷേപ്പ് വലുതാക്കുകയോ ചെയ്യാമായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടില്ല. കാരണം ഇൻഫോർമേഷൻസ് ആണെങ്കിലും എല്ലാം അതിലുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് കുഴപ്പമില്ല കാണാം. കുറച്ചുകൂടെ പ്രായമുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു സ്പെക്ക് യൂസ് ചെയ്യുന്ന ഒരാൾക്കോ അത് കുറേ കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ആ. അപ്പോൾ അത് ബെറ്റർ ആക്കായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള 1-2 കംപ്ലൈൻറ്റുകളായിരുന്നു. പിന്നെ ഉള്ളത് ഇത് സീറ്റ് ഇങ്ങനെ തന്നാലും കാണുമ്പോഴത്തെ രണ്ടുപേരും ഒന്നാമത്തെ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഇതൊന്നും അല്ല ഒരു കംപ്ലൈൻറ്റ്. അല്ല അല്ല. നീ കംഫർട്ട് വൈസ് നോക്ക്, ഹാൻഡ്ലിംഗ് വൈസ് നോക്ക്, ബ്രേക്കിംഗ് വൈസ് നോക്ക്, പെർഫോമൻസ് വൈസ് നോക്ക്. അല്ലാണ്ട് ഈ മീറ്ററിനതില്ല, ഇതിൻ്റെ കളർ ഇച്ചിരി അങ്ങനത്തേതാ ഇങ്ങനത്തെ അങ്ങനെയാണ്. വേറെ ഞാൻ പറഞ്ഞുതരാം, ഹോണും ഇതും മാറ്റി കൊടുത്തേക്കാം. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. കാരണം ഞാൻ കറക്റ്റായിട്ട് തന്നെ യൂസ് ചെയ്തത്. അതുകൊണ്ട് അതും വേണേൽ പറഞ്ഞു. അതിപ്പോൾ പറയാം. ഇതിലും മെയിൻ ഒരു സാധനമുണ്ട്, എനിക്ക് പിടിക്കാനൊരു സാധനമുണ്ട്, അതെന്തോ പാനൽ ഗ്യാപ്സ്. പാനൽ ഗ്യാപ്സ് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. കാരണം See, ഓൾറെഡി see. ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ പിന്നെ അത് അത് കുറച്ചും കൂടെ ഒരു നീറ്റായിട്ടൊക്കെ ചെയ്തൂടെ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, പാനൽ ഗ്യാപ്പ് ഇല്ലാത്ത വണ്ടിക്ക് ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഓൾറെഡി ഗ്യാപ്പ് ഉള്ള വണ്ടിക്ക് കുറച്ച് ഗ്യാപ്പ് വന്നാൽ കുഴപ്പമില്ല. എടാ പോടാ, ആ ഗ്യാപ്പേ അവിടെ പാടില്ല, പിന്നാണ് കുറച്ചും വലുതും. ഇല്ല, ഇത് കുഴപ്പമില്ല. ഇല്ല, ഇത് നോക്ക് നീ, അത് എനിക്ക് ഇതിനകത്ത് ഒരു ഏച്ച് കെട്ട് ഫീൽ ചെയ്യുന്നത് അത് കാണുമ്പോൾ. നീ നോക്കി ടാങ്കും ഷാസിയും തമ്മിലുള്ള ഒരു അന്തരം. അതുപോലെ നീ കീ സെറ്റ് അസംബ്ലിയും ടാങ്കിന്റെ ഇടയ്ക്ക് എൻ്റെ വിരൽ കയറിപ്പോ അതിനകത്തൂടെ അമ്മാര് പലപ്പോവാ. അതുപോലെ നോക്ക് വയേഴ്സ് ഇവിടെ കുഴപ്പമില്ല, ഈ സൈഡ് വയേഴ്സ് അത്രേ എക്സ്പോസ്ഡ് ആയിട്ട് കിടക്കുന്നു. അതൊക്കെ എനിക്ക് ചില ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിന്റെ പ്രൈസ് വരുമ്പോൾ എനിക്കത് വിഷയമില്ല. അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ കാണുമ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ ഞാൻ ഓക്കെ ഈ വിലക്ക് എടുത്തത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഞാൻ കണ്ടാളാം. ഈ ആറ്റിറ്റ്യൂഡേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. ഇവരുടെ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, മറ്റേ കൗളൊക്കെ തന്നിട്ടുള്ള ഒരു സാധനം, അഡീഷണൽ ഫിറ്റ് ചെയ്യാൻ മറ്റേ കൗള്. അത് 2 കിറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. കിറ്റ് വരുന്നുണ്ട്. എന്നാൽ ആ കൗള് വെച്ച് കഴിയുമ്പോഴത്തേന് അത് ഏതാവും ലുക്ക്? മറ്റേ സ്ക്രാംബ്ലറും, ഒന്ന് കഫേ റേസർ. ഹാൻഡിൽ ബാർ മാറാതെ എന്ത് കഫേ റേസർ? അതൊക്കെ ആരും നോക്കുന്നത് ലുക്ക്. അത് തരത്തില്ലല്ലോ. ഈ വണ്ടി വാങ്ങിക്കുന്നതിൽ 80% ആളുകളും ലുക്ക് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യം. കഫേ റേസർ മേടിക്കാറുണ്ടോ ആരെങ്കിലും? GT പിന്നെന്തുവാ? ആ കഫേ റേസർ അല്ലല്ലോ ഇതിന്റെ തന്നെ. അത് അത്ര കിറ്റ് മേടിക്കാൻ വാങ്ങിച്ചേക്കെ ഇതുവരെ ആരും വാങ്ങിച്ചാൽ കണ്ടില്ല. 12,000 to 15,000 രൂപയുടെ അത് ആ ഒരു കിറ്റ് വെച്ചിട്ട് നീ അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇല്ല, ഇത് അപ്രൈറ്റ് അല്ല ഇതിന്റെ ഇരിപ്പ്. അതാണ് വേറൊരു ട്വിസ്റ്റ്. എന്നാ അപ്രൈറ്റ് ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ വരും നിനക്ക് ഹാൻഡില്. ഏറെക്കുറെ അവിടെ ഇല്ല, ഏറെക്കുറെ ഇല്ല, ഇത്ര MM-ന്റെ വ്യത്യാസമാണ് നീ നോക്ക്. ഓക്കെ. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതിപ്പോ നീ ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ നിന്റെ കാലിന്റെ ഇരിപ്പ് നോക്ക്, റിയർ സെറ്റ് ആണ്. ആ. സെന്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. അതായത് ഈ ബ്രേക്ക് ലിവറെ കാല് വെച്ചാൽ ഇത് നമുക്ക് കംഫർട്ടബിൾ ആണ്, സെന്റർ സെറ്റാണ്. ഇത് ഓൾറെഡി വണ്ടിക്ക് സെറ്റാണ്. ഇതവിടെ അല്ല, ഇവിടാണ് നമ്മൾ കാല് വെക്കുന്നത്. എൻ്റെ ലോവർ ബോഡി കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടായിരിക്കുന്നത്. അതിനനുസരിച്ച് ഞാൻ മുന്നോട്ട് ലീൻ ചെയ്തിട്ട് വേണം ഈ ഹാൻഡിലെ പിടിക്കാൻ. ഈ ഇരിപ്പ് സാധാരണ ഇരിക്കുന്നവരല്ല ഇങ്ങനെ ഇതിൽ വെയിറ്റ് കൊടുത്ത് ഇങ്ങനെ ഇരിക്കും, അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതേസമയം ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിരിക്കുന്ന പോലെ നീ ഇച്ചിരി ആംസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ സാധനത്തിൽ. അല്ലെങ്കിൽ നീ കാലുകൊണ്ട് നല്ല ടക്ക് ചെയ്ത് പിടിച്ചു ഈ ഒരു ഇരിപ്പിരുന്നു. അതായത് നീ ഇച്ചിരി നിന്റെ ബോഡി ഫോർവേഡ് വരും, അപ്പോൾ നിന്റെ നടു സ്ട്രൈറ്റ് ആയിരിക്കും. അല്ലാതെ നീ നടു വളച്ചായിരിക്കുന്നെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഇരുന്നത് നിന്റെ സ്ട്രീറ്റ് ഫൈറ്റർ ആയിട്ടാണ്. കഫേ റേസറിന്റെ കിറ്റ് കയറ്റി കഴിയുമ്പോഴോ അപ്പോഴും വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ലുക്ക് മാറും, അത്രേ ഉള്ളൂ. ലുക്കിനാണത്. അത് ഫംഗ്ഷൻ എന്നുള്ളൊരു സാധനം അതിനകത്ത് ആരും കണ്ടിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി അതിന്റെ ഫംഗ്ഷൻ അല്ലല്ലോ. റെട്രോ ബൈക്ക് ലുക്കിൽ വരുന്ന ഒരു സ്പോർട്ടി നേച്ചറുള്ള ഒരു ബൈക്ക് എന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിൽ കൂടുതലൊന്നുമില്ല XSR. ഇത്രേ ഉള്ളൂ ആളുകൾ എടുക്കാനുള്ള ഒരെണ്ണം. ലുക്ക്, മൈലേജ്, ഈ പ്ലാറ്റ്ഫോമിന്റെ ആ ഒരു റിലയബിലിറ്റി, R15ന്റെ MD-യിലുള്ള ആ ഒരു സെയിം പ്ലാറ്റ്ഫോമാണ്. ഈസി 50 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടിപൊളി പെർഫോമൻസ് ആണ് എഞ്ചിന്, പക്കാ സ്മൂത്താണ്. നീ റെഡ് ലൈൻ വരെ പോയെന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് ഒരു ബുദ്ധിമുട്ടും കാണിക്കാണ്ട് വണ്ടി അത്രയും കയറുന്നുണ്ട്. പിന്നെ നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ക്രൂസിംഗ് സ്പീഡ് കിട്ടും വിത്ത് എഫിഷ്യൻസി. അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഇതിലോട്ട് നോക്കുന്നത്. എങ്ങനെയുണ്ട് ബ്രേക്സ് അടിപൊളിയാണ്. ബ്രേക്ക് ഇനിഷ്യൽ ബൈറ്റ് അത്ര സുഖമല്ല, സ്പോഞ്ചിന്നല്ല, സോഫ്റ്റ് ബൈറ്റ് ചെയ്യുന്നു. പക്ഷെ നീ കൈ അങ്ങോട്ട് എടുക്കും തോറും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് പവർ വരും. നിനക്ക് നീ ഉദ്ദേശിക്കുന്ന ഡിസ്റ്റൻസിൽ തന്നെ നിനക്ക് വണ്ടി നിർത്താൻ പറ്റും. ABS വരുന്നുണ്ട്. ബാക്കും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ലിവറാണ് കൊടുത്തേക്കുന്നത്. മറ്റേ സാധാരണ ബജാജ് KTM വാഹനങ്ങളോട് മരത്തടി ഫീൽ നമുക്ക് കിട്ടത്തില്ല. റെസ്പോൺസീവ്. നീ പറഞ്ഞ പാനൽ അതൊക്കെ കണ്ടാൽ എനിക്ക് കുഴപ്പമുണ്ട്. ഇവിടെ ഉണ്ടത്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. അസിമെട്രിക്കൽ പാനൽ ഗ്യാപ്സ്, ഓക്കെ, സിമെട്രിക്കൽ പാനൽ ഗ്യാപ്സ്, ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. 137 kg വെയിറ്റ് വരുന്നുള്ളൂ. അതുപോലെ നല്ല ഒടിവുണ്ട്.
അപ്പം നീ സിറ്റിയിൽ ഓടിക്കാൻ എടുക്കുന്നവർക്ക് പെർഫെക്റ്റ് ബൈക്കാണ്. സിറ്റി റൈഡിങ് പ്ലസ് വീക്കെൻഡ് ടൂറിങ്. നല്ല എഫിഷ്യൻസി, നല്ല ലോ മെയിൻ്റനൻസിൽ നിനക്ക് വണ്ടി റിലയബിൾ ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഈ സസ്പെൻഷൻ ഇത്ര സ്റ്റിഫാന്ന് പറഞ്ഞു, അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും Purchase ചെയ്യാൻ പറ്റത്തില്ല. ബാക്ക് ബാക്ക് സസ്പെൻഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫ്രണ്ട് സസ്പെൻഷനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിങ്ങനെയാണ്. ഓടിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുക്കുക. എടുത്തിട്ട് ഞാനങ്ങ് മാറ്റിക്കളയാം, അതൊന്നും വെറുതെ. മിറർ വിസിബിലിറ്റി, മിറർ ഡിസൈൻ എനിക്ക് ഭയങ്കര ശോഭമായിട്ട് തോന്നി. എന്ത് സ്കൂട്ടറിലിരുന്ന മിറർ എടുക്കും. ആക്ച്വലി ഉണ്ടല്ലോ ഇത് റൗണ്ട് വരേണ്ടതായിരുന്നു. റൗണ്ട് വരേണ്ടായിരുന്നു. അക്സസറി ആയിട്ട് അവർ ബാരൻ മിറർ കൊടുക്കുന്നുണ്ട്, അത് വെച്ചാൽ പിന്നെയും കൊള്ളായിരിക്കും. പക്ഷേ അത് നമ്മുടെ കഷ്ടമാണോ ബാക്ക് വശമാണോ കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ടെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇത് വിസിബിലിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര അൺമാച്ചിങ് ആയിട്ടുള്ള മിററാണ്. ഇതൊന്നും ഈ വണ്ടി വാങ്ങിക്കുന്നതിൽ നിന്ന് നിന്നെ ബാക്ക് ഓഫ് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. അതല്ല, അത് ഒരു നെഗറ്റീവായിട്ടേ കാണേണ്ട കാര്യമില്ല. സ്വിച്ച് ഗിയേഴ്സ് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. യമഹ സ്റ്റാൻഡേർഡ്സ് സെറ്റാ. ക്വാളിറ്റിക്ക് കുറവ്, ക്വാളിറ്റിക്കില്ല. നമ്മൾ ബാക്കി വണ്ടികളിലൊക്കെ കണ്ടുള്ള യമഹയുടെ ബാക്കി വണ്ടികൾ കണ്ടുള്ള അതേ ക്വാളിറ്റി. real മീറ്റർ അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി. എനിക്ക് നല്ല ഫിനിഷ്, ഇത് കാണുമ്പോൾ തന്നെ നല്ല ഒരു ഫിനിഷ് തോന്നിക്കുന്നുണ്ട്. പക്ഷെ അകത്തെ ഇലുമിനേഷനും ബ്രൈറ്റ്നസ് ഒക്കെ കുറച്ചുകൂടെ കുറവാണ്. ഇപ്പൊ തന്നെ ഈ ഒരു വെട്ടത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ വൈകുന്നേരം 6:15 സമയത്തെ വെട്ടത്തിൽ ഇത് നോക്കുമ്പോൾ മാറ്റാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല അത് മാറ്റാൻ പറ്റുമെന്ന്. പിന്നെ ബാക്ക് ഡിസൈൻ, റിയർ ഡിസൈൻ ഒക്കെ ഡിസൈനിൽ എനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ല, എവിടെ നിന്ന് നോക്കിയാലും വണ്ടി ലുക്കാ. എനിക്ക് റിയർ ഡിസൈൻ അത്ര പിടിച്ചില്ല. ഈ മറ്റേ STK വരത്തില്ല, സിംഗിൾ ടൈൽ ലാമ്പ് വന്നിട്ടായിരിക്കും. പിന്നെ ഭാഗ്യത്തിന് LED ടൈൽ ലാമ്പ് കൊടുത്തു, ടേണിംഗ് ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അതല്ലേ കൊടുക്കുന്നത്, മറ്റേ പുതിയ STK നേരത്തെ അത് കൊടുക്കത്തില്ലായിരുന്നു. പിന്നെ ഒറ്റ വേരിയന്റേ ഉള്ളൂ, കാര്യം. എല്ലാ കളറിനും ഒരേ വിലയാവാം. അത് രണ്ടും പൊളിയാ. 152 എക്സ്ഷോറും വരുന്നത്, 191 ഓൺ റോഡ് വരും. ഇതൊക്കെ വല്ല വ്യത്യാസമുണ്ടോ? അതും കാണത്തില്ലായിരിക്കുമല്ലോ ശബ്ദത്തിൽ. ഓ സെയിം R15 സൗണ്ട്, MT-150. R15 അത്രയും പ്ലാന്റഡ് ആയിരിക്കത്തില്ല, എന്നാൽ നിനക്ക് ഇങ്ങനത്തെ ഒരു ബൈക്കിൽ നിന്ന് കിട്ടാവുന്നതിൽ കൂടുതലുള്ള സ്റ്റെബിലിറ്റിയും ബാക്കിയെല്ലാം സെറ്റല്ലേ? 110 ഒക്കെ സുഖമായിട്ട് ഇങ്ങനെ ക്രൂസ് ചെയ്യുമ്പോൾ കാറ്റ് നിന്നെ പിടിക്കുമെന്നുള്ളതേ ഉള്ളൂ. അല്ലാത്ത വശം വണ്ടിയുടെ അതൊന്നും വേറെ സീനൊന്നുമില്ല. എഞ്ചിൻ വലിക്കാൻ തയ്യാറാണ്. ലോങ് ഒക്കെ പോകുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? സിംഗിൾ ലോങ് പോകാം, കുഴപ്പമില്ല. ഈസി നിനക്ക് ബാംഗ്ലൂരൊക്കെ വേണേൽ പോയിട്ട് വരാം, അതിനകത്തൊന്നും ചെയ്യാനുള്ള കാര്യമില്ല. അത്രേ ഉള്ളൂ. ഫൈനൽ വെർഡിക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, ഒരു അണ്ടർ 2 lakhs നല്ല മൈലേജിനനുസരിച്ച് നല്ല പെർഫോമൻസ് വരുന്ന ഒരു നിയോ റെട്രോ ഷേപ്പിൽ വരുന്ന ഒരു യമഹ മോട്ടോർ സൈക്കിൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാവുന്നതാണ്. അതെ. കമ്പാരിസൺ വരുന്നത് മെയിനായിട്ട് റോണിനുമായിട്ടും റോയൽ എൻഫീൽഡ് 100-ആയിട്ടുമാണ്. 100 പിന്നെ 350cc നോക്കല്ലേ, പ്രൈസ് ആൻഡ് കാറ്റഗറി. അല്ല, അതിന് മൈലേജും കിട്ടത്തില്ല. പ്രൈസ് ആൻഡ് കാറ്റഗറി. 100 എന്താണ്? നിയോ റെട്രോ ആണ്. റോണിൻ എന്താണ്? നിയോ റെട്രോ ആണ്. അത് അവര് 350cc വെച്ചതോ റോണിൻ 200cc വെച്ചതോ യമഹ 150cc വെച്ചതോ അവിടുത്തെ ബാധകമുള്ള കാര്യമല്ല. CC കണക്കിലല്ല ഇന്ത്യ കാറ്റഗറി പോകുന്നത്, അത് ആ വണ്ടി ഏത് കാറ്റഗറി വരും എന്നുള്ളത്. അത് എത്ര ഉണ്ട് 350cc പറയുമ്പോൾ അതിന് 100 പ്രൈസ്? നിനക്ക് അതിന്റെ ബേസ് വേരിയന്റ് 2 ലക്ഷം രൂപയ്ക്കുള്ള ഇറക്കാമല്ലോ. ഓക്കെ. റോൺ സിമിലർ ഇതിന്റെ പ്രൈസിങ് വരും, 1 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ക ഡയറക്റ്റ് ആണ്. റോയൽ എൻഫീൽഡേ ഉള്ളൂ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിരിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് 350cc, ഒരു ഇതിനേക്കാളും 200, അതിനേക്കാളും 100cc 150cc കൂടുതൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ എന്താണോ ആവശ്യം എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനനുസരിച്ച് സാധനം ചൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മൈലേജ് നോക്കുന്നവർക്കും റിലയബിലിറ്റി നോക്കുന്നവർക്കും ഇതാണ് സാധനം. പക്ഷേ റോണിന് ഇവിടെ നല്ല ഭയങ്കര നല്ല ടൈറ്റ്. പക്ഷേ റോണിന്റെ ഇരിപ്പും കിടപ്പും ഒക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്പോർട്ടി നേച്ചർ ഇഷ്ടമാണെങ്കിൽ കാരണം എനിക്ക് ഇത് കുറച്ചുകൂടെ സൂട്ടബിൾ ആണ്. കാരണം ഞാൻ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ ലുക്ക് ഇത് സെറ്റാണ്. അത് MT-യെക്കാളും കംഫർട്ടബിളും ആണ് താനും. റോണിന് ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു മടുപ്പ്. അതെ, എഞ്ചിൻ പക്ഷേ കൊണ്ടുപോയിക്കോളൂ. റോണിൻ ടോർക്ക് ലെവലിലേക്ക് അടുത്ത് ഇതിന് വരാൻ പറ്റത്തില്ല. ഇത് 155 തന്നെയാണ്. ആ ഒരു 19 Nm ടോർക്ക്, പക്ഷേ 40 Nm ടോർക്കും 5 Nm ടോർക്കിന്റെ വ്യത്യാസമുണ്ട്. അതൊക്കെ നല്ലൊരു ഫീൽ ആവും. റോണിന് ഇപ്പം 80 പ്ലസ് പുഷ് ചെയ്യുമ്പോഴത്തേക്കും മൊത്തത്തിൽ റോണിൻ തളരാൻ പോകുന്നത് 90 കഴിയുമ്പോഴത്തേക്ക്. ഇതങ്ങനല്ല, ഇത് സുഖമായിട്ടാണ് 120 പൊക്കോളും. ഓൾ ഡേ 120 പോയിട്ട് നിനക്ക് 10-40 കിലോമീറ്റർ മൈലേജ് തരും. റോണിന് അവിടെ നേരെ 30 കിലോമീറ്ററിലോട്ടാണ് മൈലേജ് ഡ്രോപ്പ് ആവുന്നത്. അങ്ങനത്തെ ഉള്ള വ്യത്യാസം. അവിടെ നിങ്ങൾക്ക് സെയിം സ്പീഡിലും പോകാം, 10 കിലോമീറ്റർ മൈലേജ് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അതാണ് വ്യത്യാസം. പെട്ടെന്ന് നോക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ? ഇതിപ്പോൾ കിടക്കുന്നത് ലോബിമിലാണ്. ഇവിടെ വരെ ത്രോയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം വൈഡാണ്, കുഴപ്പമില്ല. ലൈറ്റ് സിറ്റിയിൽ അത്യാവശ്യം ഭേദപ്പെട്ട് ഓടിക്കും. പക്ഷേ ഹൈവേയിൽ ഇത് പോയാൽ കുറച്ചുകൂടെ സൈഡും ഇൻറ്റൻസിറ്റിയും കൂടെ വേണമെന്ന് തോന്നി. ഇതാണ് ഹെഡ് ലാമ്പിൻ്റെ ഒരു പെർഫോമൻസ്. ഇത് ഭയങ്കര ഐഡിയ ആണല്ലോ. ഇതുണ്ട്, മണ്ടയ്ക്ക് മാത്രമേ ഉള്ളൂ DRL, താഴെ റിഫ്ലക്ടർ വെച്ചിട്ട്
കംപ്ലീറ്റ് സർക്കിൾ ആക്കി. അങ്ങനെയൊക്കെയാണ് ഈ പോസ്റ്റ് കട്ട് ചെയ്യുന്നത്. യൂസേഴ്സ് ഒക്കെ കമന്റ് ചെയ്യുക, എടുത്ത് ഇപ്പോൾ കുറേ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ വന്ന ഫസ്റ്റ് ലോഡ് മൊത്തം അത് ഭയങ്കരം തന്നെ. 10-40 വണ്ടിക്ക് മേലെ ഇവിടുന്ന് തന്നെ ബുക്കിംഗുമാണ്, സെയിലുമാണ്. ഭയങ്കര വരുന്ന അവൻ എടുത്തോണ്ട് പോകും. അതാണ് എടുക്കാനായിട്ടാണ് വരുന്നത്. വേറെ ഏട്ടൻ ബലം നോക്കാതെ എടുത്തിരിക്കും എന്നുള്ള രീതിയിലാണ്. അത് കൊള്ളാം, അത് നൈസായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കുറേ നേരമായി വെട്ടമുണ്ടോ?